അപ്പോൾ നമ്മുടെ സിഡിയുടെ വർക്ക് മൊത്തം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. എടുക്കാനായിട്ട് നമ്മുടെ വീഡിയോയ്ക്കകത്ത് എല്ലാവരും തിരക്കിയ ആൾ താണ്ട് വന്നിട്ടുണ്ട്. അത് ഇദ്ദേഹമാണ്, അച്ഛനാണേ. അപ്പം മോനെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല, ഫോണിൽ കൂടെ മാത്രമുള്ള ബന്ധമേ ഉള്ളൂ. അച്ഛൻ തന്നെ നേരെ പോരുന്നു വണ്ടി എടുക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും എന്നോട് പറഞ്ഞു അത് അത്ര വലിയ ഒരു വണ്ടിയോടുള്ള ഒരു ബന്ധം. പക്ഷേ എനിക്ക് ഇതുവരെയായിട്ട് അങ്ങനെ ഒരു ആത്മബന്ധമൊന്നും വണ്ടികളോട് ഇല്ലായിരുന്നു. ഈ ഒരു വണ്ടി ഇതാണ് നമ്മുടെ ആ ഒരു ചിന്തകളെ തന്നെ മാറ്റിയ ഒരു വണ്ടിയായിരുന്നു ഇത്. ആ ഒരു ചിന്തയുടെ പുറത്താണ് നമ്മൾ ഇതിന്റെ അവസാന അറ്റം വരെ നമ്മൾ പോയത്. അപ്പൊ അച്ഛനെ ഞാനൊന്ന് പരിചയപ്പെടുത്താം. അച്ഛൻ പറഞ്ഞു. എന്റെ പേര് ചക്രപാണി. എന്റെ മകനെ ഞാൻ ചെറുപ്പത്തിലേ തുടങ്ങി വണ്ടിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു. മെക്കാനിക്കൽ എഞ്ചിനീയർ ആവണമെന്നായിരുന്നു ആഗ്രഹം. പക്ഷെ അത് എന്തോ യാദൃശ്യമായിട്ട് കിട്ടിയില്ല. സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആണ്, UK-ലാണ്. മോൻ ഈ വണ്ടിയുടെ ഇതിന് വേണ്ടി മാത്രം UK-ന്ന് വരാൻ പോയിട്ടുണ്ട്. ഈ വണ്ടി ഭ്രാന്ത് വന്ന ഒരു പ്രത്യേക ഇതാണ്. ഒരു 3-4 വർഷത്തിന് ഞാൻ പോയിട്ടുണ്ടായി. എന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു കീയുടെ ടിപ്പ് പോയി. സംഭവം അതാണ്. പക്ഷെ ഇതിനകത്ത് മാറ്റിയ സാധനങ്ങളും വരുത്തിയതും ജപ്പാനിൽ നിന്നും മോൻ UK-യിലുള്ളതുകൊണ്ട് അവിടെ നിന്ന് സാധനം എടുത്തു. ബാംഗ്ലൂര് പല സ്ഥലങ്ങളിൽ നിന്നും സാധനങ്ങൾ എടുത്തു. ആ ഒരു ലക്ഷ്യത്തിലേക്ക്, അതാണ് നമ്മ ഒരു സ്ഥാനം തീവ്രമായിട്ട് ആഗ്രഹിച്ചാൽ അത് നടക്കുന്നു പറഞ്ഞ പോലെ പ്രപഞ്ചത്തിന്റെ ശക്തി ഉണ്ടല്ലോ. അതേപോലെ ഉപേക്ഷിക്കേണ്ട ഘട്ടം ഞാനാണെങ്കിൽ ഉപേക്ഷിച്ചാണ് സത്യം പറയുന്നത്. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയും നാൾ ഇതേപോലെ ഇപ്പൊ ഏകദേശം ഒരു 5-6 മാസമായി എന്നാണ് എനിക്ക് തോന്നണേ. 5-6 മാസം ഞാനിത് എനിക്ക് അത്ര വിഷമായി. മോനോട് ചോദിക്കുമ്പോൾ മോന് വിഷമം വന്നാലും അപ്പൊ വളരെ ഒരു സന്തോഷം. മനീഷിനെ ഇങ്ങനെ മറ്റേ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ എന്റെ മോൻ സെർച്ച് ചെയ്തിട്ട് കണ്ടുപിടിച്ചതാണ്. അപ്പൊ വളരെ സന്തോഷം മനീഷ്, വളരെ സന്തോഷം, വളരെ ഹാപ്പിയാണ്. ഇന്ന് മകനേക്കാൾ കൂടുതൽ ഹാപ്പി ഇപ്പൊ ഞാനാണ്. പോയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാരും കമന്റിൽ പറയും ഈ ഒരു ചിപ്പ് പോയ ഇത്രയും പ്രശ്നമാണോ, കൂടുതൽ കാശ് മിഷനറി വാങ്ങിച്ചു പ്രോഗ്രാം ചെയ്യുന്നതാണ് ഇതിനകത്ത്. പ്രോഗ്രാം ചെയ്യുന്നതിനകത്താണ് ഇതിന്റെ ടാസ്ക് മൊത്തം ഇരിക്കുന്നത്. ചിപ്പ് പോയെന്നുള്ള ഒരു പ്രശ്നം എല്ലാരും പറയും ഈസി ആയിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷെ അതല്ലായിരുന്നു ഇതിനകത്തുള്ള പ്രശ്നം കേട്ടോ. അപ്പൊ അതൊന്നും നമ്മൾ പറയുന്നില്ല. പക്ഷെ എനിക്ക് ഇതൊന്നും അല്ല, ഈ വണ്ടിയുടെ ഒരു പാഷൻ മാത്രമാണ് ഞാൻ ഇതിനകത്ത് കണ്ടത് കാര്യം. ഈ വണ്ടി പോലും വേറെ ഏതോ വണ്ടി കോഴിക്കോടുന്നോ മലപ്പുറത്തുനിന്നൊക്കെ കൊണ്ടുവന്നു ഇതിന് വേണ്ടിയിട്ട് അതൊന്ന് റീചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെയൊക്കെ കഷ്ടപ്പെട്ട. അത് പറയുമ്പോഴാണ് ഈ വണ്ടി തന്ന് സഹായിച്ച 2-3 പേര് നമുക്കുണ്ട്. അടൂരുള്ളൊരു ഗ്യാരേജ് ഉള്ളൊരു പുള്ളിയുണ്ട്, പുള്ളിയുടെ പേര് ഞാൻ വിട്ടുപോയി. പക്ഷെ പുള്ളിയൊക്കെ നമ്മളെ വളരെയധികം ഹെൽപ്പ് ചെയ്തേ. എനിക്കറിയാവുന്ന ഒരുപാട് പേര് ഈ വണ്ടിക്ക് വേണ്ടി എഫേർട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് മാത്രമാണ് നമുക്കിത് ചെയ്യാനും പറ്റിയത്. അപ്പൊ ഇതില് സഹകരിച്ച ഓരോ വ്യക്തികളോടും ഹൃദയം നിറഞ്ഞ. ഇതിനകത്ത് കാണിക്കാൻ പറ്റുന്ന വേറൊരാളും കൂടെ ഉണ്ട്, നമ്മുടെ മെക്കാനിക്ക്. ഞാനൊന്ന് കാണിച്ചു തരാവേ. ഇത് നമ്മുടെ രജനീഷ്, ഇതാണ് അവന്തിക ആൾക്കാർ സർവീസ്. പുള്ളിയുടെ ഗ്യാരേജിലിട്ടാണ് നമ്മൾ ഈ വണ്ടി മൊത്തത്തിൽ നമ്മൾ വർക്ക് ചെയ്തത്. അപ്പോൾ താങ്ക് യു. വണ്ടി ഇറക്കി. ഓക്കെ, താങ്ക് യു. ഓക്കെ, ബൈ.